ഒരു സിനിമയെ പറ്റി ഇങ്ങനെ മണിക്കൂറിന് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ മിനിറ്റിന് വീഡിയോ ചെയ്യുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും തിരുത്തി പറയേണ്ടി വരിക ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്. അങ്ങനെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം നമ്മളുടെ പ്രതീക്ഷകളെയും സങ്കല്പങ്ങളെയും എല്ലാം മാറ്റിമറിക്കുന്ന ഒരു ചിത്രമായി വളരെ വേഗം മുന്നേറുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു മലയാള ചിത്രം, ലാലേട്ടൻ്റെ ഒരു ചിത്രം ഇത്രമേൽ കളക്ഷൻ റെക്കോർഡുകൾ തീർക്കുന്നു എന്നറിയുന്നത്. വേൾഡ് വൈഡായിട്ട് പ്രീസെയിൽ കളക്ഷനിൽ 11,20,00,000 മറികടന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത. അപ്പോൾ അത് 9 മണിയുടെ വാർത്തയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം 10 കോടിയായിരുന്നു. ആ വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 11,20,00,000 എത്തുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 12.5 കോടിയിലേക്ക് അടുക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളിലും പ്രീസെയിൽ കളക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് എന്നുള്ളതും ദോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സൽമാൻ ഖാൻ്റെ ചിത്രം ആണ് എമ്പുരാനോടൊപ്പം വടക്കേന്ത്യയിൽ നിന്ന് റിലീസ് ചെയ്തത്. ആ ചിത്രത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ളതും നമ്മൾ നോക്കിക്കാണണം. എമ്പുരാന് മുന്നിൽ സൽമാൻ ഖാൻ ചിത്രം ഒന്നുമില്ല. തിയേറ്ററുകളുടെ എണ്ണം കൂടുതലാണ്, എമ്പുരാന് തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്. എന്നിട്ട് പോലും എമ്പുരാനോടൊപ്പം എത്താൻ സൽമാൻ ഖാൻ വല്ലാത്ത പാടുപെടുന്ന ഈ അവസ്ഥയും കൂടെ നമ്മൾ സന്തോഷപൂർവ്വമാണ് നോക്കിക്കാണുന്നത്. മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന ഒരു ചിത്രമായി എമ്പുരാൻ മാറുന്നു എന്നത് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം മോഹൻലാലിൻ്റെ തന്നെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം, ആദ്യ ദിന കളക്ഷൻ വേൾഡ് വൈഡായിട്ട് 20 കോടി നേടിയ മരക്കാറായിരുന്നു. പ്രീസെയിൽ കളക്ഷനിൽ തന്നെ എമ്പുരാൻ മരക്കാരനെ മറികടക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാം. ഇതൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അതുപോലെ തന്നെ ഇനി ആദ്യ ദിനത്തിൽ 50 കോടി നേടുന്ന മലയാള ചിത്രമായി എമ്പുരാൻ മാറുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം നിഷ്പ്രയാസം അത് സാധിക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. അടുത്ത ആഴ്ച തന്നെ കേരളത്തിലെ ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നാളെ ട്രെയിലർ റിലീഫാകുകയാണ്. ട്രെയിലറും കൂടെ ആകുമ്പോൾ ഇതിൻ്റെ ഇരട്ടി കളക്ഷനിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആദ്യ ദിന കളക്ഷൻ എത്ര നേടും എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഞാൻ. ഇനി 7 ദിവസമുണ്ട്, ഇനിയും ബുക്കിങ്ങുകൾ നടക്കുന്നുണ്ട്. ഏതായാലും എല്ലാ മേഖലയിലും എമ്പുരാനെ പറ്റി നല്ല വാർത്തകൾ വരുന്നത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ചിലർക്ക് ഇതൊരു മോശ അനുഭവമാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നു. ഏതായാലും എമ്പുരാൻ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രീസെയിൽ കളക്ഷനിൽ 12.5 കോടി കടക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം പുതിയ എമ്പുരാൻ വാർത്തകളുമായിട്ട് ഞാൻ വീണ്ടും എത്താം. ഓക്കെ, ബൈ.